ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. നാലാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് മറ്റന്നാൾ. പരസ്യപ്രചാരണം അവസാനിച്ചു. മൂന്നാം ഘട്ടത്തിൽ 65.68% പോളിംഗ് രേഖപ്പെടുത്തിയതായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഭിന്നിപ്പിനെ പിന്തുണയ്ക്കുക എന്നതല്ല അഭിപ്രായ സ്വാതന്ത്ര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് കാനഡയെ വിമർശിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. കേരളത്തിൽ അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അഫ്ഗാനിസ്ഥാനിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 200 കടന്നു. ബ്രസീലിൽ 120 പേർക്കും പ്രളയത്തിൽ ജീവൻ നഷ്ടമായി. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നാലാം ഘട്ടത്തിലേക്കുള്ള പരസ്യപ്രചാരണം അവസാനിച്ചു. 9 സംസ്ഥാനങ്ങളിലും ജമ്മുകാശ്മീരിലുമായി 96 മണ്ഡലങ്ങളിൽ മറ്റന്നാളാണ് വോട്ടെടുപ്പ്. വിശദാംശങ്ങളിലേക്ക്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ അവശേഷിക്കുന്ന ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ കക്ഷികൾ. പ്രധാനമന്ത്രിയും ബിജെപിയുടെ മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് ഒഡീഷയിലും ഝാർഖണ്ഡിലും പ്രചാരണം നടത്തി. കേന്ദ്രമന്ത്രിയും ബിജെപി നേതാവുമായ അമിത്ഷാ തെലങ്കാനയിൽ തിരഞ്ഞെടുപ്പ് യോഗത്തിൽ പങ്കെടുത്തു. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മന്നും ദക്ഷിണ ഡൽഹിയിൽ റോഡ് ഷോ സംഘടിപ്പിച്ചു. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഇന്ന് ബീഹാറിൽ തിരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുത്തു. എഐസിസി ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി മഹാരാഷ്ട്രയിൽ പ്രചാരണം നടത്തി. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ആന്ധ്രാപ്രദേശിൽ പൊതുയോഗങ്ങളിൽ സംസാരിച്ചു. ആന്ധ്രാപ്രദേശിലെയും തെലങ്കാനയിലെയും മുഴുവൻ മണ്ഡലങ്ങളിലും മറ്റന്നാൾ വോട്ടെടുപ്പ് നടക്കും. ഝാർഖണ്ഡിലെ 4 പശ്ചിമ ബംഗാളിലെ 8 സീറ്റുകളിലാണ് വോട്ടെടുപ്പ്. ഉത്തർപ്രദേശിൽ 13 മധ്യപ്രദേശിൽ 8 ഒഡീഷയിൽ 4 മഹാരാഷ്ട്രയിൽ 11 ജമ്മുകശ്മീരിൽ 1 ബീഹാറിൽ 5 സീറ്റുകളിൽ നാലാം ഘട്ടത്തിൽ വിധിയെഴുതും. ന്യൂസ് ഡെസ്ക് ആകാശവാണി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ നാലാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന തെലങ്കാനയിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കങ്ങൾ വിലയിരുത്തി. 17 ലോക്സഭാ മണ്ഡലങ്ങളിൽ തിങ്കളാഴ്ചയാണ് വോട്ടെടുപ്പ്. പോളിംഗ് ഉദ്യോഗസ്ഥരുടെ സംഘം നാളെ രാവിലെ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി യാത്ര തിരിക്കുമെന്ന് ചീഫ് ഇലക്ടറൽ ഓഫീസർ വികാസ് രാജ് ഹൈദരാബാദിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 13 ഇടത് തീവ്രവാദ ബാധിത മേഖലകൾ ഒഴികെ എല്ലായിടത്തും വോട്ടെടുപ്പ് സമയം രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയായിരിക്കും. 35,809 പോളിംഗ് കേന്ദ്രങ്ങളിൽ ഇത്തവണ 3,32,00,000 പേരാണ് സമ്മതിദാന അവകാശം വിനിയോഗിക്കുകയെന്നും സിഇഒ അറിയിച്ചു. മൂന്നാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 65.68% പോളിംഗ് രേഖപ്പെടുത്തിയതായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അന്തിമ കണക്കുകൾ. 93 പാർലമെന്റ് മണ്ഡലങ്ങളിലായി നടന്ന വോട്ടെടുപ്പിൽ 66.89% പുരുഷന്മാരും 64.41% സ്ത്രീകളും സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. 25.2% ട്രാൻസ്ജെൻഡർമാരും വോട്ട് ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഓരോ ഘട്ടത്തിലെയും മൊത്തം പോളിംഗ് ശതമാനം പ്രസിദ്ധീകരിക്കുന്നതിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പിന്തുടരുന്ന രീതിയിൽ എതിർപ്പറിയിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ. രേഖപ്പെടുത്തിയ വോട്ടുകളുടെ സമ്പൂർണ്ണ കണക്ക് പുറത്തുവിടണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയച്ച കത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടു. തിരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾക്കെതിരെ അടിയന്തര നടപടിയെടുക്കാൻ വൈകിയതിനെക്കുറിച്ചും കത്തിൽ പരാമർശമുണ്ട്. ഒരു രാജ്യം ഒരു നേതാവ് എന്ന ആശയമാണ് ബിജെപി പ്രചരിപ്പിക്കുന്നതെന്ന് ആം ആദ്മി പാർട്ടി മുതിർന്ന നേതാവ് അരവിന്ദ് കെജ്രിവാൾ. എഎപിയെ തകർക്കാനാണ് ബിജെപി ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. INDI സഖ്യം കേന്ദ്രത്തിൽ അടുത്ത സർക്കാർ രൂപീകരിക്കുമെന്നും പ്രതിപക്ഷ നേതാക്കളെ ജയിലിൽ അടയ്ക്കാനാണ് ബിജെപി ശ്രമിക്കുന്നതെന്നും ശ്രീ കെജ്രിവാൾ പറഞ്ഞു. ഗുജറാത്തിൽ ദാഹോദ് ലോക്സഭാ മണ്ഡലത്തിലെ പർധംപുര പോളിംഗ് സ്റ്റേഷനിൽ റീപോളിംഗ് അവസാനിച്ചു. ഈ മാസം 7 നടന്ന വോട്ടെടുപ്പിൽ ക്രമക്കേട് റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് ഇന്ന് റീപോളിംഗ് നടത്താൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിട്ടത്. ഭിന്നിപ്പിനെ പിന്തുണയ്ക്കാനുള്ള സ്വാതന്ത്ര്യമല്ല അഭിപ്രായ സ്വാതന്ത്ര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. കാനഡയിൽ വിഘടനവാദികളുമായി ബന്ധപ്പെട്ട് അടുത്തിടെ നടന്ന സംഭവങ്ങളിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. അക്രമത്തെ ന്യായീകരിക്കുന്ന വിഘടനവാദികളും തീവ്രവാദികൾക്കും കാനഡയിൽ ഇടം നൽകിയിരിക്കുകയാണ്. അത്തരത്തിലുള്ള വ്യക്തികളാണ് കനേഡിയൻ രാഷ്ട്രീയത്തിൽ ഇന്ന് പ്രധാന സ്ഥാനങ്ങൾ വഹിക്കുന്നതെന്നും വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ വിദേശകാര്യമന്ത്രി പറഞ്ഞു. ഈ വിഷയം ഇന്ത്യ ഉന്നയിക്കുമ്പോഴെല്ലാം അഭിപ്രായ സ്വാതന്ത്ര്യമാണ് കാരണമായി കാനഡ ചൂണ്ടിക്കാണിക്കുന്നത്. ഓരോ രാജ്യവും അയൽ രാജ്യങ്ങളുമായി നല്ല ബന്ധമാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇന്ത്യ ചൈന ബന്ധം ഇപ്പോൾ സാധാരണ നിലയിലല്ലെന്നും വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. തർക്കവിഷയങ്ങൾ പരിഹരിക്കണമെന്നും ഇതിനായി ചർച്ച തുടരുകയാണെന്നും ശ്രീ ജയശങ്കർ അഭിപ്രായപ്പെട്ടു. സാർക്ക് സെക്രട്ടറി ജനറൽ ഗോലം സർവാർ 5 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തി. ദക്ഷിണേഷ്യൻ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ സഹകരണം മെച്ചപ്പെടുത്താൻ സാർക്ക് സെക്രട്ടറി ജനറലിന്റെ സന്ദർശനം വഴിയൊരുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു.
കേന്ദ്ര സഹമന്ത്രി രാജ്കുമാർ രഞ്ജൻ സിംഗ്, വിദേശ സെക്രട്ടറി വിനയ് മോഹൻ ക്വത്ര തുടങ്ങിയവരുമായി ഗോലം സർവാർ കൂടിക്കാഴ്ച നടത്തും. മൂന്നാമത് ശക്തി സിൻഹ അനുസ്മരണ പ്രഭാഷണത്തിൽ സാർക്ക് രാജ്യങ്ങളുടെ ഭാവി എന്ന വിഷയത്തിൽ അദ്ദേഹം സംസാരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. ഇന്ത്യ മധ്യേഷ്യ യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി വികസിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത എടുത്തുപറഞ്ഞ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. യൂറോപ്യൻ യൂണിയൻ ദേശീയ ദിനാഘോഷത്തെ ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ സാധ്യത ഏറെയാണെന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞു. യൂറോപ്യൻ യൂണിയൻ ഇന്ത്യയുടെ ഏറ്റവും വലിയ സാമ്പത്തിക പങ്കാളിയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയുമായുള്ള സഹകരണം കൂടുതൽ ശക്തമാക്കുമെന്നും യൂറോപ്യൻ യൂണിയനെ സംബന്ധിച്ച് ഏറെ പ്രാധാന്യമുള്ള രാജ്യമാണ് ഇന്ത്യയെന്നും ഇന്ത്യയിലെ യൂറോപ്യൻ യൂണിയൻ അംബാസിഡർ ഹെർവ് ഡെറിഫിൻ പറഞ്ഞു. കേരളത്തിൽ അടുത്ത 5 ദിവസം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, പാലക്കാട്, വയനാട് ജില്ലകളിലും നാളെ പത്തനംതിട്ട, ഇടുക്കി, വയനാട് ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. ഇടിമിന്നൽ മുന്നറിയിപ്പുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അഫ്ഗാനിസ്ഥാനിൽ ശക്തമായ മഴയെ തുടർന്നുണ്ടായ മിന്നൽ പ്രളയത്തിൽ ഒരു പ്രവിശ്യയിൽ മാത്രം മരിച്ചവരുടെ എണ്ണം 200 കടന്നതായി ഐക്യരാഷ്ട്രസഭ. വടക്കൻ പ്രവിശ്യയായ ഭഗ്ഗാനിൽ 62-ലധികം പേരാണ് മരിച്ചത്. അപ്രതീക്ഷിതമായി മഴവെള്ളം ഇരച്ചു കയറിയത് നിരവധി വീടുകൾ തകരാൻ ഇടയാക്കി. 1000-ഓളം വീടുകൾ ഇത്തരത്തിൽ തകർന്നു. അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ സുരക്ഷാസേനയുടെയും പോലീസിന്റെയും സഹായത്തോടെ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ബ്രസീലിൽ ഇന്നലെയുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 120ആയി. 756 പേർ ചികിത്സയിൽ കഴിയുകയാണെന്നും 141 പേരെ കാണാതായെന്നും അധികൃതർ അറിയിച്ചു. രക്ഷാപ്രവർത്തനത്തിനായി 20,000-ലധികം സൈനികരെ വിന്യസിച്ചിട്ടുണ്ട്. ബ്രസീലിലെ 5 അണക്കെട്ടുകൾ തകർച്ചാ ഭീഷണി നേരിടുകയാണെന്ന് മുന്നറിയിപ്പുണ്ട്. മേഖലയിൽ നാളെയും മഴ തുടരുമെന്ന് ബ്രസീലിലെ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസ് മത്സരം മഴ മൂലം വൈകുന്നു. ടൂർണമെന്റിൽ നിന്ന് ഇതിനകം പുറത്തായ മുംബൈ ഇന്ത്യൻസിന് മത്സരം അപ്രസക്തമാണ്. അതേസമയം പോയിന്റ് പട്ടികയിൽ ആദ്യ 2 സ്ഥാനങ്ങളിലൊന്ന് ഉറപ്പിക്കാൻ കൊൽക്കത്തയ്ക്ക് ജയം അനിവാര്യമാണ്. ഈജിപ്തിലെ കെയ്റോയിൽ നടക്കുന്ന സ്ക്വാഷ് ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ രമിത് ടണ്ടന് ജയം. ലോക 36-ാം നമ്പർ താരമായ ടണ്ടൻ യുഎസിന്റെ ഫറാസ് ഖാനെയാണ് ആദ്യ റൌണ്ടിൽ പരാജയപ്പെടുത്തിയത്. സ്കോർ 11-1, 11-3, 11-3. ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കുന്ന ഏക ഇന്ത്യൻ താരമായ രമിത് നാളെ 2ാം റൌണ്ടിൽ ഇംഗ്ലണ്ട് താരത്തോട് ഏറ്റുമുട്ടും. സിംഗപ്പൂരിന്റെ അഭിവൃദ്ധിയിൽ പങ്കുവഹിക്കുന്ന ഇന്ത്യൻ പ്രതിഭകളെ പ്രശംസിച്ച് പ്രധാനമന്ത്രി ലീ സിൻ ലൂങ്. IIT, IIM എന്നിവിടങ്ങളിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയവരാണ് സിംഗപ്പൂരിലെ മികവുറ്റ പ്രതിഭകളിൽ ഭൂരിഭാഗവുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ മാസം 15-ന് പ്രധാനമന്ത്രി പദമൊഴിയുന്ന ലീ വാർത്താ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. മാനവ വിഭവശേഷി ആവശ്യമുള്ളിടത്ത് ഇത്തരത്തിലുള്ള പ്രതിഭകളെ തുടർന്നും എത്തിക്കേണ്ടത് ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ജമ്മുകശ്മീരിലെ ഷോപ്പിയാൻ ജില്ലയിൽ 2 ഭീകരർ പിടിയിൽ. പോലീസും സുരക്ഷാസേനയും മാലിക് ചക് ചെക്ക് പോസ്റ്റിൽ നടത്തിയ പരിശോധനയിലാണ് ഭീകരർ പിടിയിലായത്. നിയമവിരുദ്ധമായി കൈവശം വെച്ച വസ്തുക്കളും കണ്ടെടുത്തു. ഹീർപുര സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഭൂമിയിൽ ശക്തിയേറിയ സൌരക്കാറ്റ് വീശിയതായി റിപ്പോർട്ട്. 2 ദശാബ്ദത്തിനിടെയുണ്ടായ ഏറ്റവും ശക്തിയേറിയ സൌരക്കാറ്റാണിത്. ഒരാഴ്ച നീണ്ടുനിന്നാൽ ഉപഗ്രഹ സിഗ്നലുകളും മൊബൈൽ സിഗ്നലുകളും വൈദ്യുതി ബന്ധവും തടസ്സപ്പെടാൻ ഇടയുണ്ട്. സൌരജ്വാലകൾ ഇന്നലെ രാത്രി മുതലാണ് അനുഭവപ്പെട്ടതെന്നും പിന്നീട് ശക്തമായ സൌരക്കാറ്റായി മാറുകയായിരുന്നുവെന്നും അമേരിക്കൻ ദേശീയ സമുദ്ര അന്തരീക്ഷ കാലാവസ്ഥാ പ്രവചന കേന്ദ്രം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 4ാം ഘട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പ് മറ്റന്നാൾ. പരസ്യപ്രചാരണം അവസാനിച്ചു. 3ാം ഘട്ടത്തിൽ 65.68% പോളിംഗ് രേഖപ്പെടുത്തിയതായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഭിന്നിപ്പിനെ പിന്തുണയ്ക്കുക എന്നതല്ല അഭിപ്രായ സ്വാതന്ത്ര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് കാനഡയെ വിമർശിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. കേരളത്തിൽ അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അഫ്ഗാനിസ്ഥാനിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 200 കടന്നു. ബ്രസീലിൽ 120 പേർക്കും പ്രളയത്തിൽ ജീവൻ നഷ്ടമായി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35-ന്.